2 മാസമായി വനവകുപ്പിനെ ചുറ്റിച്ച മലപ്പുറം കാളികാവിലെ നരഭോജിക്കടുവ കൂട്ടിൽ കുടുങ്ങി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയുടെ മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ട്. കൂട്ടിൽ തലയിടിച്ചുണ്ടായ മുറിവാണ് എന്നാണ് നിഗമനം. ആദ്യം കടുവയുടെ ദൃശ്യങ്ങളിലേക്ക്. സംഭവസ്ഥലത്ത് നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. കൂട്ടിലായ കടുവയെ ഇപ്പോൾ സുൽത്താന എസ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ആ കൂട് ലോറിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്ന് പുലർച്ചെയാണ് കടുവ കൂട്ടിലായത്. 2 മാസത്തോളമായി കരുവാരുകുണ്ട് കാളികാവ് മേഖലയെ വിറപ്പിച്ച കടുവ, വനം വകുപ്പിനെ കുഴക്കിയ കടുവ ഒടുവിൽ പിടിയിലായിരിക്കുന്നു, കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇവിടെ വലിയ ഒരു ജനസഞ്ചയം എന്ന് തന്നെ പറയാവുന്ന അത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് സുൽത്താന എസ്റ്റേറ്റ് ആണ്, കരുവാരുകുണ്ട് ഭാഗത്തുള്ള എസ്റ്റേറ്റ് ആണ്. ഇവിടെയാണ് ഇപ്പോൾ ആളുകൾ മുഴുവൻ തമ്പടിച്ചിരിക്കുന്നു. അവർ കടുത്ത ഒരു പ്രതിഷേധത്തിൽ കൂടിയാണ്. അവരുടെ പ്രതിഷേധത്തിനുള്ള കാരണം ഈ കടുവയെ പിടികൂടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തുറന്നുവിടാൻ, അല്ലെങ്കിൽ ഇതിനു സമീപ പ്രദേശങ്ങളിൽ, സമീപത്തെ കാടുകളിൽ തുറന്നുവിടാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ നാട്ടുകാർ എടുത്തിരിക്കുന്നത്. ആ ഒരു ഉറപ്പ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ള ആവശ്യമാണ് അവർ ആദ്യം മുതൽ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഇതിനെ തൃശൂർ സൂവിൽ വിടും, തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റും എന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കൂട് ഇവിടെ നിന്ന്, ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചിരിക്കുന്നത്. പോലീസും വനം വകുപ്പിന്റെ RRT സംഘവും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിൽ ഈ കടുവയെ ഇവിടെ നിന്ന് ലോറിയിൽ കയറ്റി ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് അമരമ്പലത്തെ RRTയുടെ ഓഫീസിലേക്ക്, സൗത്ത് RRT ഓഫീസിലേക്ക് കൊണ്ടുപോകും. കടുവയുടെ മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ മുറിവേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുക. അത് ഈ കൂടിന്റെ കമ്പിയിൽ തലയിടിച്ചുണ്ടായ മുറിവ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിന് ചികിത്സ നൽകിയതിന് ശേഷം തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമരമ്പലത്തെ RRT സൗത്ത് ഡിവിഷനിൽ വെച്ചായിരിക്കും ചികിത്സ നൽകുക. കടുവയെ കൂട്ടിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൂട്ടിനകത്ത് ഇരയായി ആടിനെയാണ് നിർത്തിയിരുന്നത്. കഴിഞ്ഞ 2 മാസമായി എല്ലാ ദിവസവും ഈ സുൽത്താന എസ്റ്റേറ്റും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വനം വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനം, ഒരു മെയ് മാസം ആദ്യമാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. ശരീരത്തിൻ്റെ ഒരു ഭാഗം ഭക്ഷിച്ചു എന്ന ഒരു വിവരമടക്കം വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ളവർ കേട്ടത്. ഇവിടെ ഒരു കടുവയുടെ, പുലിയുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് പലതവണ സ്ഥിരീകരിച്ചതാണ്. വനം വകുപ്പ് വെച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പലതവണ പതിഞ്ഞതാണ്, നാട്ടുകാർ കണ്ടതാണ്. പക്ഷേ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇത് അകപ്പെട്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലായും കൂട് സ്ഥാപിച്ചിരുന്നു. തൊട്ടപ്പുറത്തുള്ള അടയ്ക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ചിട്ടായിരുന്നു ഗഫൂറിനെ ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ കടുവ പിടിയിലാകുന്നത് തൊട്ടിപ്പുറത്തുള്ള സുൽത്താന എസ്റ്റേറ്റിൽ നിന്നാണ്. ലോറിയിലേക്ക് ഈ കടുവയുടെ കൂട് കടുവയെ കയറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ അമലമ്പലം RRT സൗത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടായിരിക്കും ചികിത്സ ഉണ്ടാകുക. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. പലതവണ മയക്കുവെടി വയ്ക്കുന്നതിനൊക്കെ വേണ്ടി അവർ ഈ ഒരു പ്രദേശത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയെന്നുണ്ടെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതുവരെയും ഈ 2 മാസവും ദൗത്യം ഉപേക്ഷിക്കാതെ വനം വകുപ്പ് ഈ മേഖലയിൽ തന്നെ കേന്ദ്രീകരിക്കുകയും നടത്തുകയും ചെയ്തിരുന്നു. ഈ കടുവയുടെ കൂട്ടിൽ ഒരു തവണ പുലി കുടുങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ പുലിയെ ഇവിടെ സമീപത്ത് തന്നെ വിട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായുള്ളൊരു ആരോപണമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പരാതിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധത്തിനൊടുവിൽ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ സുൽത്താന എസ്റ്റേറ്റിൽ നിന്ന് കടുവ കൂട്ടിലായതിനു ശേഷം അതിനെ ലോറിയിലേക്ക് കയറ്റുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.